ഹലോ അസ്സാമു അലൈക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ട് ഇരിക്കാമെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം അങ്ങനെ ഈ വർഷത്തെ 2025 എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷെയർ ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 2025 കടന്നിരിക്കുകയാണ്. അപ്പം 2024 ഒരുപാട് സങ്കടങ്ങളും അതിലേറെ സന്തോഷങ്ങളും ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടായിരിക്കും. എനിക്ക് 2024 ഏറ്റവും സന്തോഷകരമായ കാര്യം എന്തെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയുടെ കൈ പിടിച്ച് എനിക്ക് ഉംറ ചെയ്യാൻ പറ്റി. അൽഹംദുലില്ലാ. എൻ്റെ ഒരുപാട് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഇനി നമുക്ക് 2025 നല്ല തീരുമാനങ്ങൾ എടുക്കാം. 5 നേരത്തെ നമസ്കാരം നമുക്കതിൻ്റെ സമയത്ത് തന്നെ നിർവഹിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, ദുഹാ നമസ്കാരം, തഹജ്ജുദ് നമസ്കാരം എല്ലാം ലൈഫിലേക്ക് കൊണ്ടുവരാം. തഹജ്ജുദ് നമസ്കാരം നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ അതിനെ കൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ലൈഫിൽ നല്ല ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും. ആരോടും വിദ്വേഷം വെറുപ്പൊന്നും കൊണ്ട് നടക്കാതിരിക്കുക. എല്ലാവരോടും പുഞ്ചിരിച്ച് സംസാരിക്കാൻ ശ്രമിക്കുക. നാവിനെ നമ്മൾ നന്നായി സൂക്ഷിക്കുക. പുഞ്ചിരിയുടെ സൈക്കോളജി വശം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ പിന്നിലുള്ളതായിട്ട്. ഇസ്ലാമിൽ തന്നെ പുഞ്ചിരിയെക്കുറിച്ച് പറയുന്നത് ഒരാൾ തൻ്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചാൽ അത് സദക്കയാണെന്നാണ് പറയുന്നത്. 2024 നമുക്ക് ഒരുപാട് സങ്കടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. അതിനൊക്കെ നമ്മൾ അള്ളാഹുവിനോട് നന്ദി പറയുക. കാരണം നമ്മൾ ഇത്രത്തോളം ക്ഷമിക്കുന്നുണ്ടെന്ന് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ്. ഇന്നല്ലാഹ മഹസ്വാബിരി എന്നാണ് പറയുന്നത്. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. നമ്മൾ എത്രത്തോളം അള്ളാഹുവിലേക്ക് അടുക്കുന്നുവോ അത്രത്തോളം നമുക്ക് നേട്ടങ്ങളാണ് അള്ളാഹു തിരിച്ചു തരുന്നത്. അതുപോലെ തന്നെ ഹാബിറ്റ് ട്രാക്കർ, ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കും എന്നുള്ള ഒരു ടു ഡു ലിസ്റ്റ്, ഇതൊക്കെ നമുക്ക് യൂസ്ഫുള്ളാണ്. നമ്മൾ ഇസ്ലാമിക് പ്ലാനർ തയ്യാറാക്കാൻ ശ്രമിക്കുക. പിന്നെ അത് ലൈഫിൽ നല്ല അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകാൻ സഹായിക്കും. യൂട്യൂബിൽ ഒരുപാട് ഇസ്ലാമിക് പ്ലാനറുകൾ ഉണ്ട്. അപ്പോൾ നമുക്കതിൽ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാനൊരു പ്ലാനർ യൂസ് ചെയ്യുന്നുണ്ട്. അത് സിമ്പിളായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം മാക്സിമം കുറക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഖുർആൻ ഒരു 2-3 പേജൊക്കെ നമുക്ക് ഓതാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം സൂറത്തുൽ മുൽക്ക് നമ്മൾ പതിവാക്കുക. അത് നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്നുള്ള മോചനമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി അത് ഓതാൻ ശ്രമിക്കുക. ഇത്ര നാൾ നമ്മൾ എങ്ങനെ ജീവിച്ചു എന്നതിലല്ല, ഇനി അങ്ങോട്ട് എങ്ങനെ ജീവിക്കണം എന്നതിലാണ് കാര്യം. ഈ വർഷം കംപ്ലീറ്റ് ആവുന്നതിൻ്റെ മുൻപ് നമുക്കുള്ള അച്ചീവ്മെൻറ്റ്സൊക്കെ എഴുതി വെക്കാം. അതിന് വേണ്ടി നമുക്ക് പ്രയത്നിക്കും ചെയ്യാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉംറ വ്ളോഗ് ഞാൻ ഷെയർ ആക്കണമെന്ന് കരുതിയതാണ്. അപ്പോൾ ഒരുപാട് ക്ലിപ്സൊക്കെ എൻ്റെ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ഇതിൽ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. നമുക്കൊരു മെമ്മറി ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാമെന്ന് കരുതി. നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ എഴുതി അറിയിക്കാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.